തന്നടുത്ത് പറഞ്ഞ പോലെ എന്റെ അടുത്ത് പറഞ്ഞാണല്ലോ കണ്ണ് ഞാൻ അടിച്ചു വിളിക്കും. പൊട്ടനായിരുന്നു ഞാൻ. തെങ്ങ് കയറി കഴിഞ്ഞാ വിളഞ്ഞ നാളികേരൊന്നും അധികം ഇല്ലെത്താ. ഞാൻ നോക്കിയപ്പോ നല്ല വിളഞ്ഞ പോലെ തോന്നില്ലോ. എത്രയായി? 200 രൂപ തന്നാ മതി. ഹേയ്, ഇത് 100 രൂപ കൂടുതലുണ്ടല്ലോ. ആ 100 രൂപയ്ക്കേ നീ ആദ്യം ഒരു ജെട്ടി മേടിച്ചിട്ട്. ഇത് പറഞ്ഞ കരണെന്നറിയോ? ഐ ലവ് യു. അടുത്തതിന് സമയായേ. എന്നിട്ട് നീ എന്താ കരയത്തെ? ഞാൻ കരയണൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ കരച്ചിൽ കേൾക്കേണ്ട ആള് കട്ടില് കണ്ടാ പിന്നെ നബീസ പറഞ്ഞ പോലെ ഹള്ളാ പടച്ചോനേന്ന് പറഞ്ഞു. എക്സാമുക്ക് പഠിക്കലയേ, നോട്ട്സ് ഏതും പുറിയലയേ, പോർഷൻസ് പാത്താ തല സുത്തിടയാ, എക്സാമേ വേണ എന്ന വിട്ടിടയാ. അവതാറിന്റെ കാർഡ് എടുക്കണ്ടേ? അയ്യോ, അവതാറല്ല, ജുറാസിക് പാർക്ക്. ശരി, ഭ്രാന്തി അവതാറിനല്ല, ആധാർ. ഞാൻ മനില്ല കാർഡ് എടുക്കാൻ. ഞാൻ മനില്ലെന്ന്. എന്താ കാര്യം? അവിടെ ഭയങ്കര ക്യൂ ആണ്, തിരക്കാണ്. അവിടെ ക്യൂ ആണെന്ന് എനിക്ക് പറ്റില്ല. എങ്ങനെ ക്യൂ? അയ്യോ, ബീവറേജിന്റെ മുമ്പ്. കുട്ടിക്ക് എന്നെ ഇഷ്ടായോ? അതിലിപ്പോ എന്ത് പ്രസക്തിയല്ല ചേട്ടാ. ജനിച്ച് വളർന്ന് പഠിച്ച് നമ്മളൊന്ന് സെറ്റ് ആവുമ്പോഴേക്കും വീട്ടുകാർ കാണിച്ചു തരുന്ന ആരായാലും കെട്ടണം. അതിപ്പോ ഏത് ഊളേനായി. ചേട്ടന് ഉദ്ദേശിച്ചല്ല. தம்பி உங்ககிட்ட கொஞ்சம் தனியா பேசணும். வா. மீட்டிங்ல போணும். ரோஸ் மில்க் வாங்கி தரேன்டா. ரோஸ் மில்கா? நீதானே நீதானே. എടാ ജോയൽ, എന്റെ കല്യാണം എല്ലാം ഉറപ്പിച്ച്. നീ എന്നെ മറന്നേര്. ആ, നീയും മറന്നേര്. ആ ജോയലിനോട് കൂടെ പറഞ്ഞേക്ക്. നിന്റെ കല്യാണം കഴിഞ്ഞോടാ? ഏയ്, വീട്ടിൽ നിർബന്ധിക്കുന്നുണ്ടാ. ആരാ, അച്ഛനാ? അല്ല, ഞാനാ. വെറുതെ തെറ്റത്തില പറയണത്. കദളി ചെങ്കദളി പൂവേണോ. പാടിയേ എന്താ റിലീക്സ് നോക്കിയിരിക്കണം. നമ്മൾ സ്നേഹം കൊടുക്കുക, തിരിച്ചു കിട്ടിയില്ലെങ്കിൽ അതെടുത്ത് വേറെ ആർക്കെങ്കിലും കൊടുക്കുക. ഇറ്റ്സ് ആൻ ഇമോഷണൽ ബിസിനസ്. That body's a blessing, girl. I ain't trying to pressure her. അടിച്ചാ എന്ത് ചെയ്യും? ഞാനിങ്ങനെ ചോദിച്ചാണ്ടല്ലോ. ചിഞ്ചു, ഐ ലവ് യു. ലവ് യു ടു. ഇനി നീ FB കേരളന്നല്ലേ? ഏയ് അതല്ല. ലെഗിൻസ് ഇടരുതെന്നല്ലേ? അതല്ല. ആൺകുട്ടികളോട് സംസാരിക്കരുത്. അല്ല. ടിക്ടോക്ക് ചെയ്യരുത്. അതുമല്ല. പിന്നെ എന്തുവാടാ? ദൈവത്തെ ഓർത്ത് എന്നെ തേക്കരുത്. ഇന്നെന്താ എത്ര നേരത്തെ? അനക്കറിയില്ല 9 മണിക്ക് ക്ലാസ് തുടങ്ങുന്നു. എണീക്കാൻ നേരം വെക്കി സാറേ. ഇനി ഇജ് വാപ്പാനെ വിളിച്ചിട്ട് ക്ലാസ് കയറിയാ മതി. അന്റെ വാപ്പ ഇനി ഞാൻ ക്ലാസ് കയറിക്കോട്ടെ സാറേ. എന്തു പറ്റേടി? എന്താ ഇങ്ങനെ മോങ്ങണേ? എടാ, എന്റെ കാമുകനെ തേച്ചിട്ട് പോയടാ. ഓൻ പോവാണി പോട്ടമുത്തെ. ജിഞ്ച പ്രേമിച്ചോ? ഷടാ, പേസ്റ്റില്ല. നേരത്തെ ആരെങ്കിലും ഹാർപ്പിക്കിട്ട് പല്ലിയേക്കോ? നമ്മളൊക്കെ മരിച്ചങ്ങ് സ്വർഗത്തിൽ ചെല്ലുമ്പോഴേ ദൈവം ആണുങ്ങൾക്കൊക്കെ അപ്സരസിനെ കൊടുക്കും. പെണ്ണുങ്ങൾക്ക് എന്തു കേട്ടാ കൊടുക്കുന്നേ? പെണ്ണുങ്ങൾക്ക് കൊരങ്ങന. എന്റെ വായനോലൊക്കെ അതെന്താ ദൈവം എന്നോട് അങ്ങനെ ചെയ്തത്? എങ്ങനെയായിരുന്നു? ചേട്ടൻ അവിടെ അപ്സരസ്, ഇവിടെ അപ്സരസ്. എനിക്ക് ഇവിടെയും കുറങ്ങൻ, അവിടെയും കുറങ്ങൻ. അതെ, ഞാൻ 10 വരെ എണ്ണും. അതിനകത്ത് എന്റെ അടുത്ത് മിണ്ടിയില്ലെങ്കിൽ ഞാൻ വല്ല കടുങ്കയും ചെയ്യും, കേട്ടല്ലോ. 1 2 3 6 7. അപ്പൊ 4ഉം 5ഉം ഇല്ലേ? ആ, മിണ്ടിയത് നന്നായി, ഇല്ലെങ്കിൽ ഇപ്പൊ കാണായിരുന്നു. Go Corona, go. Let's cheers. നേരത്തെ തൊല്ലാത്ത നാത്തപ്പന്റെ കിറ്റിന്റെ സമയത്തിന് കിട്ടുന്ന സ്ഥലത്തില് നേതൃത്വം നൽകി. 5 തവണ കേരളത്തിൽ വന്നിട്ടുണ്ട്. 1948 ജനുവരി 30 നാദൂറാം വിനായക് ഗോഡ്സെ എന്ന സോക്കട്ട് മോടെ 3 വട്ടം വിളിക്കൂ. അയ്യോ, ശബ്ദ ഗാംഭീര്യത്തിൽ വിളിക്കൂ. രാധേ രാധേ.
രാധ വരുന്നു രാധ വരുന്നു ജാഥ വരുന്നു ജാഥ വരുന്നു. രാധയല്ല രാധവ രാധവ രാഘവ രാഘവ. രാഘവ. നിന്റെ കല്യാണൊക്കെ ആയിന്ന് പറഞ്ഞ കേട്ടല്ല. ആ അടുത്ത ആഴ്ചയാണ്. കല്യാണ ഒരുക്കങ്ങളൊക്കെ എവിടം വരെയായി? ഫേസ്ബുക്കും വാട്സപ്പൊക്കെ കളഞ്ഞു. ഇനി ഫോൺ നമ്പർ കൂടി മാറ്റണം. എന്താ പേര്? അശ്വതി. അശ്വതി അസലായിരിക്കുന്നു. ഇത് സ്വർണ്ണ? എന്റെ അടുത്തുണ്ട് ഒരുപാട് വളയും മാലയൊക്കെ. പക്ഷെ എല്ലാം ഇതുപോലെ മുക്ക. ഇങ്ങനൊക്കെ മോത്തൊക്കെ ആടി വൃത്തിയായിട്ടോളെ. നീ എന്തോന്ന് കണ്ടത്? എന്തോന്ന് കണ്ടത്? എന്തോന്ന്? എന്തോന്ന്? ഫുൾ നേക്കഡ്. ഫുൾ നേക്കഡ് പോടാ. ഫസ്റ്റ് ഡേ ഫുൾ നേക്കഡ് ഒന്നും കാണാൻ നോക്കൂല. കണ്ട് സത്യം. ഈ പട്ടിക്ക് മെനു ഉണ്ട് സാർ. അതെല്ലാവർക്കും ഉള്ളതല്ലേ സാർ? എന്റെ പട്ടിയുടെ മെനു ഈ സാർ നോക്കണം. നിന്റെ പട്ടിയുടെ മെനു ഞാൻ നോക്കണമെന്നോ? നിന്റെ തന്റെ വിളിച്ചോണ്ട് കാണിക്കണം. പറഞ്ഞു കേട്ടോ, ഇവന്റെ പട്ടിയുടെ മെനു ഞാൻ നോക്കണമെന്ന്. ഞാൻ ഇതുവരെ എന്റെ മെനു പോലും. എടാ ഈ വീട്ടുകാരൊക്കെ പറയുന്ന പോലെ അല്ലടാ. ഞാൻ ശരിക്കും നോർമലാണ് സത്യത്തിന്. ഞാൻ നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടില്ല ഞാനിങ്ങനെ സംസാരിക്കുമ്പോ ഫോണിൽ കളിക്കരുത്. ശരിയാണ്, ബ്രിട്ടോളി കമ്പനിയുടെ മാനേജറാണ് ഞാൻ. അതുകൊണ്ട് ബ്രിട്ടോളി എന്ന് വിളിച്ചാൽ എനിക്ക് ഫീൽ ചെയ്യേണ്ട കാര്യമില്ല, മറിച്ച് അഭിമാനമാണ്. ബ്രിട്ടോളി മരിച്ചങ്ങ് സ്വർഗത്തിൽ ചെല്ലുമ്പോഴേ ദൈവം ആണുങ്ങൾക്കൊക്കെ അപ്സരസിനെ കൊടുക്കും. പെണ്ണുങ്ങൾക്ക് എന്തു കേട്ടാ കൊടുക്കുന്നേ? പെണ്ണുങ്ങൾക്ക് കൊരങ്ങന. എന്റെ വായനോലൊക്കെ അതെന്താ ദൈവം എന്നോട് അങ്ങനെ ചെയ്തത്? എങ്ങനെ ചേട്ടൻ അവിടെ അപ്സരസ് ഇവിടെ അപ്സരസ്, എനിക്ക് ഇവിടെയും കുറങ്ങൻ അവിടെയും കുറങ്ങൻ.